ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വദന ശ്വസനം അല്ലെങ്കിൽ മൗത്ത് ബ്രീത്തിങ് അല്ലെങ്കിൽ വായിലൂടെ ശ്വാസം വലിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ വായിൽ കൂടെ ശ്വാസം വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പല്ലുകളെയും നമ്മുടെ മുഖത്തിൻ്റെ ആകൃതിയും നന്നായിട്ട് ബാധിക്കുന്നത് ആണ്. അപ്പൊ ആദ്യമേ തന്നെ ഇതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ആയിട്ട് മൗത്ത് ബ്രീത്തിങ് വരാം, അല്ലെങ്കിൽ അനാറ്റമിക്കൽ ഘടന കൊണ്ട് മൗത്ത് ബ്രീത്തിങ് വരാം, അല്ലെങ്കിൽ ഹാബിച്വൽ ആയിട്ടും മൗത്ത് ബ്രീത്തിങ് വരാവുന്നതാണ്. ആദ്യമേ തന്നെ നമ്മൾക്ക് ഒബ്സ്ട്രക്റ്റീവ് ആയിട്ട് എങ്ങനെയാണ് മൗത്ത് ബ്രീത്തിങ് വരുന്നതെന്ന് നോക്കാം. പലതരം മീൻസ് നമ്മൾക്കറിയാം നമ്മൾ മൂക്കിലൂടെയാണ് ശ്വാസം വലിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശ്വാസം വലിക്കുന്ന ഭാഗത്ത് പലതരം ഒബ്സ്ട്രക്ഷൻസ് കൊണ്ട് നമ്മൾക്ക് മൗത്ത് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ ശ്വാസം വലിക്കാൻ പറ്റാതെയാകും. അപ്പൊ ഏതൊക്കെയാണ് ആ മീൻസ് ഒബ്സ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരം അലർജി ഉണ്ടാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ നേസലിന്റെ സ്കിന്നിൽ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, പിന്നെ ആസ്മ, മൂക്കിന്റെ കലകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, കാലാവസ്ഥ വ്യതിയാനം, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമുക്ക് മൂക്കിൽ ഒബ്സ്ട്രക്ഷൻ വരുന്നതാണ്. പിന്നെ നമ്മൾ കാണുന്നതാണ് കുട്ടികളിലെ അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്, അത് നന്നായിട്ട് വളർന്ന് വലുതായി ഇരിക്കുന്നത് കൊണ്ടും ഈ മൗത്ത് ബ്രീത്തിങ് വരാവുന്നതാണ്. അപ്പം അത് നമ്മൾ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അത് ചുരുങ്ങി വരുന്നതാണ്. അപ്പം മാതാപിതാക്കൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൂക്കിലൂടെയുള്ള എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാറ്റമിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ശരീരഘടനയുടെ അനുസരിച്ച് വരുന്ന പ്രശ്നം കൊണ്ട്, എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെയൊക്കെ ശരീരഘടന അനുസരിച്ച് വരുന്ന പ്രശ്നം കൊണ്ടും മൗത്ത് ബ്രീത്തിങ് വരുന്നതാണ്. അതിൽ ആദ്യമേ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൽ ഉണ്ടാകുന്ന വളവ്, വളരെ കട്ടി കൂടിയ മൂക്കിൻ്റെ പാലം, പിന്നെ ഈ നാസൽ പോളിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിൽ ദശ വളർച്ച വരുന്നത്, ഇതൊക്കെ കൊണ്ട് എന്തുണ്ടാകും, ഈ ഒരു മൗത്ത് ബ്രീത്തിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നതാണ് ഹാബിച്വൽ മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഈ ഹാബിച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് കാരണങ്ങൾ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമ്മൾക്ക് വായിലൂടെ തന്നെ മീൻസ് മൂക്കിലൂടെ തന്നെ ശ്വാസം വലിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കളഞ്ഞിട്ടും പിന്നെയും നമ്മൾ വായിലൂടെ തന്നെ അറിഞ്ഞ് ശ്വാസം വലിക്കുന്നതിന് ആണ് ഈ ഹാബിച്വലായിട്ട് മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് നോക്കാം ഈ മൗത്ത് ബ്രീത്തിങ് കാരണം വരുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേൽത്താടിയിൽ മുൻനിര പല്ലുകൾ വളരെ പൊന്തിയിരിക്കും. പിന്നെ മേൽത്താടിയും കീഴ്ത്താടിയും കൂടെ വെച്ച് കടിക്കുമ്പോൾ, പല്ലുകൾ തമ്മിൽ കടിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന അളവിലുള്ള വ്യതിയാനം വരാം. പിന്നെ നമ്മുടെ അണ്ണാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലറ്റ്, അണ്ണാക്കിന്റെ വലിപ്പം ചുരുങ്ങുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീഴ്ത്തടികളിൽ മുൻനിര പല്ലുകൾ ഉള്ളിലോട്ട് പോവുക. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഗംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിഞ്ചൈവ ഒരു വീർത്ത് തടിച്ചതുപോലെ ഓരോ പല്ലിൻ്റെയും ചുറ്റും കാണപ്പെടുന്നുണ്ട്. നമ്മൾ വായുടെ ഉള്ളിൽ കാണുന്ന മാറ്റങ്ങളാണ് നോക്കിയിട്ടുള്ളത്. ഇനി പുറമെ കാണുന്ന നമ്മുടെ ഫേസിൽ കാണുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നവരുടെ മുഖം പ്രത്യേകിച്ച് ഒരു പ്രത്യേകം അതിന് ഒരു ഫേസിന്റെ പേരുണ്ട്, എന്താണ് അഡിനോയിഡ് ഫേസസ് എന്നാണ് നമ്മൾ ഈ മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നവർക്ക് പറയുന്നത്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല നീണ്ടതും മൂക്ക് നീണ്ടതും എന്നിട്ട് ഒരു മാങ്ങയുടെ ആകൃതിയിൽ ആകുന്നതും ആണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. പിന്നെ മേൽചുണ്ട് ചെറുതാവുകയും ബലക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. കീഴ്ചുണ്ട് പുറത്തോട്ട് തള്ളി വരുന്നു. പിന്നെ വായ അടച്ചാലും നമ്മൾക്ക് വായയും ചുണ്ടും ഒക്കെ അടച്ചാലും എന്ത് ചെയ്യാ, പല്ല് മീൻസ് ഫുള്ളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ ചിരിക്കുമ്പോഴൊക്കെ മുൻനിര പല്ലിൽ സാധാരണ മീൻസ് കവിഞ്ഞ് അതും വഷളാവുന്നു. പിന്നെ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ഈ മോണയൊക്കെ ഇങ്ങനെ തടിച്ച് ഇതാക്കിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചിരി വൃത്തികേട് ആയിരിക്കും. ഇനി നമ്മൾക്ക് മൗത്ത് ബ്രീത്തിങ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യമേ തന്നെ കണ്ണാടി വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇത്. നമ്മൾക്ക് തന്നെ ചെയ്തു നോക്കാവുന്നതാണ്. ഒരു ഇരുപ്രതലമുള്ള ഒരു കണ്ണാടി നമ്മുടെ മൂക്കിൻ്റെയും വായുടെയും ഇടയിൽ വെക്കുക. എന്നിട്ട് ഇപ്പം അതിൽ എവിടെയാണ്, ആ കണ്ണാടിയിൽ എവിടെയാണ് ഫോഗിങ് വരുന്നത് എന്നുള്ളത്, എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിയ പോലെ വരുന്നത് എവിടെയാണെന്നുള്ളത് നോക്കുക. ഇപ്പം വായുടെ സൈഡിലാണ് വരുന്നതെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, മൗത്ത് ബ്രീത്തിങ് ഉണ്ടാവും. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ
കവിളിൽ ഇങ്ങനെ പിടിക്കാൻ പറയുക. അപ്പോൾ ഒരു മൂക്കി മീൻസ് വായിൽ കൂടെ ശ്വാസം വലിക്കുന്ന ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇത് അധിക നേരം നമ്മൾക്ക് വെള്ളം പിടിച്ചു വെക്കാനായിട്ട് പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പഞ്ഞി വെച്ചിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. പഞ്ഞി നമ്മൾ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വെക്കുന്ന കഴിയുമ്പോഴത്തേക്ക് മീൻസ് ഇപ്പം നമ്മൾ വായിലൂടെ ആണ് മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രീത്തിൻ്റെ എയറിൻ്റെ കാരണം ആ സൈഡിലുള്ള പഞ്ഞി എന്തായിരിക്കും ഇളവാൻ തുടങ്ങുന്നത് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുറേ നൂതനമായിട്ട് ഉള്ള ചികിത്സാ രീതികളുണ്ട്. അതിലൊന്നാണ് സെഫലോമെട്രി എന്നൊരു പ്രത്യേകതര എക്സ്റേ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിലൂടെയും മൂക്കിലൂടെയും പോകുന്ന വായുവിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന റൈനോമാനോമെട്രി പരിശോധനയും ഉണ്ടാവുന്നത് ആണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ കാരണം മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ചെയ്യുകയും തടസ്സമാവുന്ന ഘടകങ്ങളെ നീക്കം ചെയ്യുകയും വേണം. മൂക്കിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണുക. തടസ്സങ്ങൾ മാറ്റിയതിന് ശേഷം ശീലം തുടരുന്നു എങ്കിൽ അതിനുള്ള പ്രത്യേക തരം ചികിത്സ വേണം. കാരണം അതിന് നമുക്ക് മൗത്ത് ബ്രീത്തിങ്ങിനുള്ള വായിൽ നമ്മൾ ചെയ്യുന്ന എക്സർസൈസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഡെന്റിസ്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീര വ്യായാമങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് നമ്മൾ വായിക്കുന്നതും നല്ലത് ആണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ അണ്ണാക്ക് ചുരുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേക തരം അപ്ലയൻസ് ഉണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഫിൻ സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു അപ്ലയൻസ് ഉണ്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ ബൈലാറ്ററൽ എക്സ്പാൻഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലയൻസും ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ലയൻസും ഉണ്ട്. ഈ ഓറൽ സ്ക്രീനും നമ്മൾക്ക് എന്ത് ചെയ്യുക, ഈ മൗത്ത് ബ്രീത്തിങ് മാറ്റാനായിട്ട് നമ്മൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ മൗത്ത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ മൗത്ത് ബ്രീത്തിങ് എന്നൊക്കെ പറയുന്നത് എല്ലാം നമ്മുടെ പല്ലിനെയും നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനെയൊക്കെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. മിക്ക കുട്ടികൾക്കും ഇത് ഉണ്ടാവുന്നതാണ്. ഇത് നമ്മുടെ മാതാപിതാക്കൾ ഇത് നേരത്തെ തന്നെ ഇത് ഉണ്ടോ ഇല്ലയോ എന്നും കുട്ടി വായിലൂടെയാണോ മൂക്കിലൂടെയാണോ ശ്വാസം വലിക്കണമെന്നുള്ളത് പ്രത്യേകം സ്ഥിരപ്പെടുത്തണം. എന്നിട്ട് കുട്ടി വായിലൂടെയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് അതാത് സമയത്ത് തന്നെ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടിയുടെ പല്ലിനെയും കുട്ടിയുടെ മുഖത്തിൻ്റെ അകത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. താങ്ക് യു. എൻ്റെ ചാനൽ നിങ്ങൾക്ക് എനിക്കറിയാം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് കവർ ചെയ്യണമെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് യൂസ് ആയില്ലെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും യൂസ് ആവുന്നതാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.